നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ കൊമേഴ്സ്യൽ സ്ട്രീറ്റിലാണ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ ബാംഗ്ലൂരിലത്തെ വീഡിയോസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണാൻ പോകുന്നത് കൊമേഴ്സ്യൽ സ്ട്രീറ്റിലെ കാഴ്ചകളും പിന്നെ ബാംഗ്ലൂരിലെ ഒരു നൈറ്റ് സ്ട്രീറ്റ് ഫുഡിന്റെ കാഴ്ചകളുമാണ്. അപ്പോൾ ഞാൻ ജാസ്മിൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കൊമേഴ്സ്യൽ സ്ട്രീറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. അത് കൊമേഴ്സ്യൽ സ്ട്രീറ്റിലെന്നല്ല, ബാംഗ്ലൂർ സിറ്റി മുഴുവനും നമ്മൾ അങ്ങനെ യാത്ര ചെയ്യുന്നതായിരിക്കും സമയം ലാഭിക്കാൻ എളുപ്പം. കൊമേഴ്സ്യൽ സ്ട്രീറ്റിലേക്ക് നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് വഴി ബസ്സിന് വരാം, പിന്നെ ഓട്ടോ, ഊബർ അങ്ങനെയുള്ള സംഭവത്തിലെല്ലാം വരാം. പിന്നെ മെട്രോ യൂസ് ചെയ്തും വരാം. അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് MG റോഡ് മെട്രോ സ്റ്റേഷനാണ്. അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് ദൂരം നടന്നാൽ മതി. ഇതിൻ്റെ അടുത്ത് തന്നെ ബസ് സ്റ്റാൻഡും ഉണ്ട്. അപ്പോൾ ബസ്സിന് വരുവാണെന്നുണ്ടെങ്കിലും ഈസിലി നമുക്ക് കൊമേഴ്സ്യൽ സ്ട്രീറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ കൊമേഴ്സ്യൽ സ്ട്രീറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു ഏരിയയിൽ നമുക്ക് സ്ട്രീറ്റ് ഷോപ്പിങ്ങും അതേപോലെ തന്നെ ഷോപ്പുകളിൽ കയറിയ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. എറണാകുളത്ത് ബ്രോഡ്വേയിൽ പോയിട്ടുള്ളവർക്കും അല്ലെങ്കിൽ കോഴിക്കോട് മിഠായിത്തെരുവിൽ പോയിട്ടുള്ളവർക്കും അറിയാം, നമുക്കിങ്ങനെ ഓപ്പൺ ആയിട്ട് സ്ട്രീറ്റിൽ കൂടെ നടന്ന് കുറേ സാധനങ്ങൾ വാങ്ങിക്കാം. അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സ്ട്രീറ്റ് ഷോപ്പിംഗ് നടത്താൻ പറ്റും. പിന്നെ അത്യാവശ്യം എല്ലാ ബ്രാൻഡുകളും ഉള്ള കടകളും ഉണ്ടാകും. അതുപോലെ തന്നെ അതിൻ്റെക്കാളും കുറച്ചും കൂടി ഒരു റിച്ചർ വേർഷൻ ആണെന്ന് വേണമെങ്കിൽ ഈ കൊമേഴ്സ്യൽ സ്ട്രീറ്റിനെ പറയാം. ഇവിടെ നമുക്ക് ഇതുപോലെ സ്ട്രീറ്റുകളിൽ ഇയറിംഗ്സും ബാഗും ഡ്രസ്സും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഇതേപോലത്തെ കടകളും ഉണ്ട്. കടകളിലാണെങ്കിൽ ഭയങ്കര വിശാലമായിട്ടുള്ള കളക്ഷനാണ്. നമ്മൾ ഓൺലൈൻ ഷോപ്പുകളിലൊക്കെ കാണുന്ന എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് എന്ന് പറയാം. ഇവിടെ ഇല്ലാത്തതായിട്ടുള്ള കളക്ഷൻസ് വളരെ കുറവാണ്. പക്ഷേ നമുക്ക് എറണാകുളത്ത് നോക്കിയാലും ബ്രോഡ്വേയിലോ അല്ലെന്നുണ്ടെങ്കിൽ കോൺവെന്റ് ജംഗ്ഷനിലോ ഒക്കെ പോയാലും ഇതുപോലുള്ള കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത്യാവശ്യം കുറച്ച് വില കൂടുതലാണെന്നേ ഉള്ളൂ. ഇവിടെ പക്ഷേ അതിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വില കുറവാണെന്നേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊന്നും വാങ്ങിക്കാൻ പറ്റുന്ന സ്ഥലമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇവിടെ നമുക്ക് ഒരുപാട് കളക്ഷനിലുള്ള ചെരുപ്പുകൾ കാണാൻ പറ്റും. ഒരു 100 രൂപ മുതൽ 1000 രൂപ വരെ റേഞ്ചിലുള്ള ഒത്തിരി കളക്ഷൻസിലുള്ള ചെരുപ്പുണ്ട്. പക്ഷേ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ അത് നമുക്കൊരു ബഡ്ജറ്റ് റേറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടെ വന്ന ഒരു ഷൂസിൻ്റെ വില ചോദിച്ചപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് 750 ആണ് പറഞ്ഞത്. പക്ഷേ ആ സെയിം ഷൂസിൻ്റെ വേറെ കളർ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ നാട്ടിൽ നിന്ന് ബ്രോഡ്വേയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ പുള്ളി എടുത്ത് എൻ്റെ കാലിൽ ചെരുപ്പ് കാണിച്ചിട്ട് ചോദിച്ചു, ഇത് ഞാൻ 500 രൂപയ്ക്ക് നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്, പിന്നെ എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് 750 രൂപ തരുന്നതെന്ന്. അപ്പം തന്നെ സ്പോട്ടിൽ പുള്ളി പറഞ്ഞു എങ്കിൽ 500 രൂപ തന്നാൽ മതിയെന്ന്. ആക്ച്വലി ആ ചെരുപ്പിന് ചിലപ്പോൾ 500 രൂപ പോലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒറ്റയടിക്കാൻ 250 രൂപ കുറഞ്ഞ താഴേക്ക് വരുമോ. പക്ഷെ ഞാൻ ആ പ്രൂഫും കൂടെ കാണിച്ചതുകൊണ്ടാവാം അപ്പം തന്നെ എനിക്ക് 250 രൂപ കുറച്ച് തന്നത്. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ അത്രയും ബാർഗെയിൻ ചെയ്താൽ മാത്രമേ ഓരോ സാധനവും നമുക്ക് ഇവിടുന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു കടയിൽ കയറിയപ്പോൾ അവിടെ 2 മലയാളി പെൺകുട്ടികളാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ കടക്കാരൻ അവരെ ഭയങ്കരമായിട്ട് വഴക്ക് പറയാം. അല്ലെങ്കിൽ മലയാളികൾക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, മലയാളികൾ എപ്പോഴും വന്നിട്ട് ഇവിടെ ഇങ്ങനെ ബാർഗെയിൻ ചെയ്യലാണ് പതിവ്, എന്നിട്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് ചുളു വിലക്ക് കിട്ടണമെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഭയങ്കരമായിട്ട് ഹാർഷായിട്ട് സംസാരിച്ചു. കുറേ കടകളിലൊക്കെ കയറിയപ്പോൾ എനിക്കത് തോന്നി. കാരണം മലയാളികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കൊമേഴ്സ്യൽ സ്ട്രീറ്റ്. എല്ലാ സ്ഥലത്തും പോയിട്ട് ഇങ്ങനെ വില പേശിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈ കൊമേഴ്സ്യൽ സ്ട്രീറ്റിന്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 11 മണി മുതൽ രാത്രി 8 മണി വരെയാണ്. പക്ഷെ വരാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് രാവിലെ തന്നെയാണ്. ആ ഷോപ്പൊക്കെ തുറക്കുന്ന സമയത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലത്തും ഫ്രീ ആയിട്ട് പോയിട്ട് കണ്ട് ഇഷ്ടമുള്ളതൊക്കെ നോക്കി വാങ്ങിക്കാൻ പറ്റും. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കാണ്. വീക്കെൻഡ് ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഇതിൻ്റെ അകത്ത് ആക്ച്വലി വണ്ടി കയറ്റാൻ പാടില്ല, എന്നിട്ടും വണ്ടികളൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ കൊമേഴ്സ്യൽ സ്ട്രീറ്റ് മാത്രമല്ല ബാംഗ്ലൂർ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രീറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് തരുന്നത്. വേറെയും ഒരുപാട് സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ കുറച്ചും കൂടെ ലാഭമാണെന്നാണ് ഞാൻ പിന്നീട് അറിഞ്ഞത്, ഇവിടെ വന്നതിന് ശേഷം ഞാൻ അറിഞ്ഞത്. പക്ഷെ അവിടെ നമുക്ക് പോകാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ വരികയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ട് സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം നോക്കിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. നമ്മളിവിടേക്ക് വന്നിരിക്കുന്നത് ഒരു വൈകുന്നേരമാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഓരോ കടകളിലും കയറി ഓരോ സാധനത്തിൻ്റെയും വിലയൊക്കെ ചോദിച്ചിട്ട് നമുക്ക് വീഡിയോയിലും കൂടെ കാണിക്കാമെന്നാണ്. പക്ഷെ അതിനൊന്നും ഉള്ളൊരു സ്കോപ്പ് ഇവിടെ ഇല്ല, അത്രയ്ക്ക് തിരക്കാണ്. കളക്ഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാംഗ്ലൂർ കൊമേഴ്സ്യൽ സ്ട്രീറ്റ് ഭയങ്കര വലുതാണ്, അത്രയധികം കളക്ഷൻസ് ഇവിടെ ഉണ്ട്. പക്ഷെ വില വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബാംഗ്ലൂരിനെക്കാട്ടും എറണാകുളത്തെക്കാട്ടും കൂടുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ പറ്റുമെന്ന് തോന്നിയത് കോഴിക്കോട് SM സ്ട്രീറ്റിലാണ്, മിഠായി തെരുവിൽ. അവിടെ നമ്മൾ പോയാൽ ചെരുപ്പൊക്കെ ഭയങ്കര ലാഭത്തിന് കിട്ടും. അതുമല്ല അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. ചെരുപ്പായിക്കോട്ടെ, ഡ്രസ്സായിക്കോട്ടെ, ബാഗുകളായിക്കോട്ടെ, എല്ലാം തന്നെ കുറേ കളക്ഷനും ഉണ്ട്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാനും പറ്റും. ഞാൻ ഈ കടയിൽ നിന്ന് 2 കമ്മലും ഒരു കയ്യിലിടുന്ന ബാൻഡും വാങ്ങിച്ചിരുന്നു. ഓരോന്നിനും 100 രൂപ 120 രൂപയാണ് റേറ്റ് വന്നത്. അപ്പോൾ ഞാൻ മാക്സിമം വില പേശിയൊക്കെ നോക്കി, പക്ഷേ പുള്ളി തന്നില്ല. ആ ഒരു 20 രൂപ മാത്രമേ പുള്ളി എനിക്ക് കുറച്ച് തന്നുള്ളൂ. പിന്നെ ഇവിടുത്തെ എല്ലാ കടകളിലും ഇതുപോലെയൊക്കെ തന്നെയാണ് ആവറേജ് റേറ്റ് വരുന്നത്. 80 രൂപ 100 രൂപ റേഞ്ചിലാണ് ഏത് തൊട്ടാലും അവർ റേറ്റ് പറയുന്നത്. പിന്നെ മലയാളികളാണെന്ന് അറിയുമ്പോഴത്തേനും അവർ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം കൂട്ടി തന്നെയാണ് വില പറയുന്നതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഇവർക്ക് തന്നെ അറിയാം നമ്മളൊരു ബാർഗെയിൻ ചെയ്യുന്ന ആൾക്കാരാണെന്ന് ഇവർക്ക് തോന്നിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ബാർഗെയിൻ ചെയ്തില്ലെങ്കിൽ ആ പൈസ തന്നെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചായിരിക്കും ഇവരങ്ങനെ പറയുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് ഹിന്ദി സംസാരിക്കാനും ബാർഗെയിൻ ചെയ്യാനും കഴിവുള്ള ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സാധനങ്ങൾ മേടിച്ചെടുക്കാം. നമ്മൾ മലയാളിയാണെന്ന് തോന്നാതിരുന്നാൽ മാത്രം മതി എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇവിടെ നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള
ആയിട്ടുള്ള കടകളുണ്ട്. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ വെസ്റ്റ് സൈഡ്, സുഡിയോ, മിനിസോ അങ്ങനെയുള്ള കടകളെല്ലാം ഇവിടെയുണ്ട്. അപ്പം മിക്ക കടകളിലും ഞാൻ കയറി നോക്കിയതാണ്. നമ്മുടെ നാട്ടിലുള്ള അതേ കളക്ഷൻസ് ഒരു മാറ്റവും കൂടാതെയാണ് ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് നമുക്കൊന്ന് എന്തോ ക്യൂരിയോസിറ്റി തോന്നുന്നതോ അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടം തോന്നുന്നതോ ആയിട്ടുള്ള ഒരു കളക്ഷൻസും ഇല്ല. നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് തന്നെയാണ്. അപ്പോൾ അവിടെയൊന്നും പ്രത്യേകിച്ച് നമുക്കൊന്നും തന്നെ വാങ്ങിക്കാനില്ല. പിന്നെ ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഡ്രസ് മെറ്റീരിയൽസ് ആണ്. അതും ഒരുപാട് ഇങ്ങനെ പൈസ കുറച്ചൊന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദുപ്പട്ടാസ് ഉണ്ട്, ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. പാകിസ്ഥാനി ദുപ്പട്ട, അങ്ങനെ ഒരുപാട് വർക്കൊക്കെ വരുന്ന ദുപ്പട്ടകളുണ്ട്. അത് 100 രൂപ 120 രൂപ റേറ്റിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത്യാവശ്യം ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൈൻഡോട് കൂടി വന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അത്യാവശ്യം നന്നായിട്ട് ഷോപ്പ് ചെയ്യാം. കാരണം ഒരു 2-3 കിലോമീറ്ററോളം ഇതിങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ്. സ്ട്രീറ്റിൻ്റെ 2 വശങ്ങളിലായിട്ടും ബ്രാൻഡഡ് ആയിട്ടും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കടകളുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊന്നും വാങ്ങിയില്ലെങ്കിൽ പോലും ഇവിടെ വന്ന് ഇതെല്ലാം ഒന്ന് കണ്ട് ശരിക്കും വിലകളൊക്കെ ചോദിച്ച് നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങി അങ്ങനെയൊക്കെ പോകാൻ പറ്റുന്ന ഒരു കിടിലൻ സ്ഥലം തന്നെയാണ്. ബാംഗ്ലൂരിൽ വരുന്നവർക്ക് ഒരു വട്ടമൊക്കെ വന്ന് കാണാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്ഥലം തന്നെയാണ് കൊമേഴ്സ്യൽ സ്ട്രീറ്റ്. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് വന്ന പോലെ ഈസി ആയിട്ട് ഇവിടുന്ന് നമുക്ക് സിറ്റിയിലോട്ട് പോകാൻ പറ്റത്തില്ല. ഒന്നുകിൽ ബസ് സ്റ്റാൻഡ് വരെ നമ്മൾ നടക്കണം, പിന്നെ നമുക്ക് വഴിയുള്ളത് ഊബർ ബുക്ക് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ഈ ഊബറിലെല്ലാം മെമ്പേഴ്സ് ആയിരിക്കുന്ന ഇവിടെയുള്ള തന്നെ ഓട്ടോക്കാരാണ്. അപ്പോൾ അവർ റിക്വസ്റ്റ് വരുമ്പോൾ തന്നെ ആ റിക്വസ്റ്റ് അവർ ക്യാൻസൽ ചെയ്ത് കളയും. നമ്മൾ നോക്കുമ്പം ഓരോ 10 മിനിറ്റും 15 മിനിറ്റും ഓരോ ഡ്രൈവറിനെ കണക്ട് ചെയ്യും. അത് ക്യാൻസലായിട്ട് അടുത്ത ഡ്രൈവറിനെ കണക്ട് ചെയ്യും. ഈ പ്രോസസ്സ് നിൽക്കുന്നേ ഇല്ല. ഏകദേശം ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറിനടുത്തായിട്ടും ഈ ഒരു പ്രോസസ്സ് നിൽക്കുന്നില്ല. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഒരു ഓട്ടോക്കാരനോട് പോയി ചോദിച്ചു, നമുക്ക് ഇന്ന സ്ഥലത്ത് പോകാനാണ്, എത്ര രൂപയാണ് ചോദിച്ചപ്പോൾ പുള്ളി 450 പറഞ്ഞു. നമുക്ക് ഊബറിന് 200 രൂപയാണ് കാണിക്കുന്നത്. അപ്പം ഞങ്ങൾ സ്ക്രീൻ കാണിച്ചിട്ട് മൊബൈലിൻ്റെ സ്ക്രീൻ കാണിച്ച് ചോദിച്ചു, ഇതിൽ 200 രൂപയല്ലേ ഉള്ളൂ, പിന്നെന്താ 450 പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ പുള്ളി നമ്മുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയാം, അങ്ങനെയാണെങ്കിൽ നിങ്ങളിവിടെ നിൽക്കിയേ പറ്റുള്ളൂ, വേറെ ഒരു വണ്ടി നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടാൻ പോകുന്നില്ല. ഒന്നുകിൽ നിങ്ങൾ 450 കൊടുത്ത് ഈ ഓട്ടോയിൽ പോവുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ നിൽക്കുക. ഞങ്ങൾ ശരിക്കും സർപ്രൈസ്ഡ് ആയിപ്പോയി. കാരണം ഇത്രയും വലിയൊരു സിറ്റിയിൽ ഇത്രയും ആൾക്കാർ സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലത്ത് ഇത്രയും ഒരു പകൽക്കൊള്ള നടക്കുക എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇയാൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അയാളുടെ ഓട്ടോയ്ക്ക് കയറണ്ടെന്ന് വിചാരിച്ച് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ഈ കൊമേഴ്സ്യൽ സ്ട്രീറ്റിൽ നിന്ന് ഞങ്ങൾ നടന്നു. ഞങ്ങൾക്ക് ഓട്ടോ എടുത്ത് വേറൊരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ബസ്സിലേക്ക് പോകാനും പറ്റില്ല. അപ്പോൾ അത്രയും ദൂരം ഞങ്ങൾ നടന്നിട്ടാണ് പിന്നെ ഒരു ഓട്ടോ നമ്മൾ വിളിച്ചത്. അതും ഓട്ടോ കിട്ടിയില്ല, ഊബറിന് ടാക്സി വിളിക്കുകയാണ് ചെയ്തത്. ഓട്ടോക്കാർ വരില്ല, ഓട്ടോ കിട്ടുകയില്ല. അപ്പോൾ കുറച്ചും കൂടെ റേറ്റ് കൊടുത്ത് നമ്മൾ 450 രൂപയ്ക്ക് ഓട്ടോയിൽ പോകുന്നതിനേക്കാളും നല്ലതാണല്ലോ ഒരു 350ക്ക് നമ്മൾ കാറിൽ പോണത്. അതുകൊണ്ട് നമ്മൾ കാറ് വിളിച്ചിട്ടാണ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയത്. കൊമേഴ്സ്യൽ സ്ട്രീറ്റിൽ നിന്ന് നമ്മൾ നേരെ റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് പിന്നെ നമ്മൾ രാത്രി ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ സ്പോട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഈ സ്പോട്ടിൻ്റെ പേര് വി പുരം സ്ട്രീറ്റ് ഫുഡ് എന്നാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു നൈറ്റ് സ്പോട്ടാണിത്. നൈറ്റാണ് ഇവിടെ ഇത്രയും ഭയങ്കരമായിട്ട് സജീവമാകുന്നത്. ഒരുപാട് വെറൈറ്റി ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്നാണ് അറിഞ്ഞത്. ഇവിടെയും ഭയങ്കര തിരക്കാണ്. രാത്രി ആയാൽ പിന്നെ ബാംഗ്ലൂരിൽ പകലിനേക്കാളും തിരക്കാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഈ വി പുരം സ്ട്രീറ്റ് ഫുഡിൻ്റെ കാഴ്ചകളാണ്. കുറേ വെറൈറ്റി ടൈപ്പുള്ള സ്നാക്സ് ഇവിടെ കിട്ടും. ഒരുപാട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് സ്ട്രീറ്റ് ഫുഡ് ഉണ്ട്. അതായത് പാനിപൂരി, വടാപ്പാവ്, പാവ് ബജി അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ ദോശ, ഇഡ്ഡലി, സാമ്പാർ അങ്ങനെയുള്ള സംഭവങ്ങൾ, തട്ട് ദോശ പോലെയുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ഉള്ളത് സ്നാക്സുകളാണ്. കായ വറുത്തത്, മറ്റേ മുളക് വറുത്തത്, പിന്നെ പൊട്ടറ്റോ സ്പ്രിംഗ് റോൾ, അതിൻ്റെ അകത്ത് മുളകൊക്കെ ഇട്ട് അല്ലെങ്കിൽ കുറേ വെറൈറ്റിയിലുള്ള കുറച്ച് ഫ്ലേവേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് തരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ ഒരുപാട് വെറൈറ്റി സ്വീറ്റ്സ് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ കൊറിയൻ സ്ട്രീറ്റ് ഫുഡുകൾ കാണത്തില്ലേ, ഏതാണ്ട് അതേപോലെയാണ് എനിക്ക് തോന്നിയത്. ഒത്തിരി സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. അതിനകത്ത് മിക്കതിനും പേരറിയില്ല. അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങളുണ്ട്. ഒരുപാട് പേരത് ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് പൊതുവേ ഇങ്ങനെ നോർത്ത് ഇന്ത്യൻ ഫുഡിനോട് അത്ര താല്പര്യമില്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് കാണാമെന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വൃത്തിയെക്കുറിച്ച് പറയാനാണെങ്കിൽ കാര്യമായിട്ടുള്ള വൃത്തിയുള്ള അന്തരീക്ഷത്തിലൊന്നും അല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഹൈജീനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഇത്രയും ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുന്നതല്ലേ, നമുക്കങ്ങനെ ഇത്രയും ഹൈജീനോട് കൂടി തരണമെന്നൊന്നും നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. സ്ട്രീറ്റ് ഫുഡാണ്, അപ്പോൾ അതിൻ്റെതായ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ വന്ന് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് കണ്ടിട്ട് ഇതൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പോകാവുന്നതാണ്.
നമ്മളിപ്പോൾ ഉള്ളത് വി പുരം ഫുഡ് സ്ട്രീറ്റിലാണ്. ഈ നൈറ്റ് സ്ട്രീറ്റ് രാവിലെ ഒരു 2 മണി 3 മണി വരെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതിനടുത്ത് തന്നെ വേറെ നൈറ്റ് സ്ട്രീറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയും ഫുഡൊക്കെ അവൈലബിൾ ആണ്, ഈ സമയം വരെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടുത്തെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മോൾ ഓഫ് ഏഷ്യയിൽ പോയിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരിലുള്ള വലിയൊരു മോളാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യാം. അത് ശരിക്കും രാത്രി 10 മണി വരെ ഉള്ളത്. നമ്മൾ ശരിക്കും അന്തം വിട്ടുപോയി. നമ്മളൊരു 8:30 കൂടിയിട്ടാണ് അവിടെ എത്തിയത്. നമ്മൾ 8:30 to 11 ആണ് നമ്മൾ മനസ്സിലായി വെച്ചിരുന്ന സമയം. പക്ഷേ 10 മണിയാകുമ്പോഴത്തേക്ക് മോള് ക്ലോസ് ചെയ്തു. അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലായിരിക്കും കൂടുതൽ ക്രൗഡ് ഉണ്ടാവുന്നത്. നമുക്ക് ലുലു മോളൊക്കെ ക്ലോസ് ചെയ്യുന്നത് 11 മണിക്കാണ്. 11 മണിക്ക് ഷോപ്പിംഗ് ക്ലോസ് ചെയ്യുന്നേ ഉള്ളൂ, മോള് ക്ലോസ് ചെയ്യത്തില്ല. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ലൈറ്റുകളൊക്കെ അവർ ഓഫ് ചെയ്യും. എല്ലാ കടകളും ഒരു 9:50 ആകുമ്പോഴത്തേക്ക് അടച്ചു കഴിയും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രീറ്റ് ഫുഡ് ഭയങ്കര ലൈവായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. കൊമേഴ്സ്യൽ സ്ട്രീറ്റിലെയും ബാംഗ്ലൂർ വി പുരം നൈറ്റ് സ്ട്രീറ്റിലെയും കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി ഒരു വീഡിയോ കൂടെ ബാംഗ്ലൂരത്തെ വരാനുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒരു ലൈക്ക് തരണം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.